അല്ല, എൻ എസ് എസിൻ്റെ ഔദ്യോഗികമായ നിലപാട് എന്ന് പറയുന്നത് സമദൂര സിദ്ധാന്തമാണ്. നമ്മുടെ NDP പിരിച്ചുവിട്ടതിന് ശേഷം 1996 തെരഞ്ഞെടുപ്പ് മുതൽക്ക് ഇങ്ങോട്ട് എൻ എസ് എസിൻ്റെ ഔപചാരികവും ഔദ്യോഗികവുമായ നിലപാട് എന്ന് പറയുന്നത് സമദൂര സിദ്ധാന്തമാണ്. പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇവർക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ആളാണെങ്കിൽ താൽക്കാലികമായിട്ട് ആ പാർട്ടി അല്ലെങ്കിൽ ആ വ്യക്തിയെ പിന്തുണയ്ക്കും. ഇങ്ങോട്ട് സഹായിക്കുന്നവരെ അങ്ങോട്ട് സഹായിക്കും എന്നുള്ളതാണ് അതിന് പറയുന്ന കാരണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധാരണ രീതിയിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കും, കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെ പിന്തുണയ്ക്കും. അതാണ് എൻ എസ് എസിൻ്റെ സമദൂര സിദ്ധാന്തം എന്ന് നമ്മൾ പരിഹാസമായിട്ട് പറയുമെങ്കിലും അതിൽ വലിയൊരു സത്യമുണ്ട്. എൻ എസ് എസിന് താല്പര്യമുള്ള ചില നേതാക്കന്മാർ, ഇപ്പോൾ കെ എം മാണി ഉദാഹരണത്തിന്, കെ എം മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ എൻ എസ് എസ് സഹായിക്കും, എൻ എസ് എസ് സംഘടന എന്നുള്ളതിലേക്ക്. അപ്പോൾ കരയോഗങ്ങൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കും. വിജയിച്ച് കഴിയുമ്പോൾ മാണി സാറിന് ആ രീതിയിലുള്ളൊരു താല്പര്യം എൻ എസ് എസിനോടുണ്ടാവും. അവർക്ക് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇതാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ എസ് എസിന് വളരെ താല്പര്യമുള്ള ഒരാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് VS ശിവകുമാർ എൻ എസ് എസിൻ്റെ ഒരു ബ്ലൂ ഐഡ് ബോയിയാണ്. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന് ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെടുന്നു. ഉമ്മൻചാണ്ടി കഴിവും യോഗ്യതയുള്ള വേറെ ഒരുപാട് നായന്മാരുടെ തലയ്ക്കും മീതെ കൂടി ശിവകുമാറിനെ മന്ത്രിയാക്കുന്നു. കെ മുരളീധരനെ ഒഴിവാക്കുന്നു, VD സതീശനെ ഒഴിവാക്കുന്നു, G കാർത്തികേയനെ ഒഴിവാക്കുന്നു. ഈ 3 പേർക്ക് തലയ്ക്കും മീതെ കൂടിയാണ് ശിവകുമാർ മന്ത്രിയാവുന്നത്. ശിവകുമാർ മന്ത്രിയാവണമെന്നുള്ളത് എൻ എസ് എസിൻ്റെ മാത്രം താല്പര്യമാണ്. ഇനി ശിവകുമാർ മന്ത്രിയായതിന് ശേഷം ഈ ആരോഗ്യവകുപ്പിലുള്ള നിയമനങ്ങൾ അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങൾ ഒക്കെ നടത്തുമ്പോൾ എൻ എസ് എസിൻ്റെ അഭിപ്രായത്തിന് കൂടി ഒരു വെയിറ്റേജ് കൊടുക്കും. അപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ ശുപാർശയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് ഭരിക്കാത്ത ആളുകൾ നേരെ പെരുന്നേൽ പോയിട്ട് ജനറൽ സെക്രട്ടറിയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നടത്തും. അപ്പോൾ ഇങ്ങനെ ഒരു നടപടിയുണ്ട്. ഇതൊക്കെയാണ് സാധാരണ ഇവരുടെ സമദൂര സിദ്ധാന്തം. CPM മന്ത്രിസഭയായിരിക്കുമ്പോൾ ആ രീതിയിലുള്ള സ്വാധീനവും സമ്മർദ്ദവും അവിടെ ചിലവാകുകയില്ല. എന്നാലും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവിടെ ചെന്നാൽ അവിടെ നിന്നും ഇതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങൾ കിട്ടും. UDF അത്ര നടക്കില്ല. പക്ഷെ എന്നാലും NSSൻ്റെ അഭിപ്രായത്തെ അങ്ങോട്ട് പുറംകൈ കൊണ്ട് തട്ടിക്കളയുന്ന ഒരു പരിപാടി തീർച്ചയായിട്ടും LDFന് ഇല്ല.